എല്ലാ മക്കൾക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ജൂലൈ 11 ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ചുള്ള ക്വിസ് മത്സരത്തിന് ഈ ഒരു ചോദ്യോത്തരങ്ങളായിരിക്കും ക്വിസ് മത്സരത്തിന് ഉണ്ടാവുക. കാരണം 50 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും കൂടി മക്കൾ ശ്രദ്ധിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തുമായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 11. ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം എപ്പോഴാണ്? ഉത്തരം 1989. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ച വർഷം എപ്പോഴാണ്? 1990 ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ KC സക്കറിയ. ഇന്ത്യയിലെ ആദ്യമായി സെൻസസ് നടന്ന വർഷം എപ്പോഴാണ്? 1872. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ഏഷ്യ. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ആസ്ഥ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് എപ്പോഴാണ്? ഉത്തരം 1951 ഫെബ്രുവരി 9. ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. ലോക ജനസംഖ്യ 600 കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ്? അദിനാൻ ബേവിക്. 1999 ഒക്ടോബർ 12 ബോസ്നിയയിലെ സരയാവോയിൽ പുലർച്ചെ 12:01 ഇദ്ദേഹം ജനിച്ചു. ഇതിനെ തുടർന്ന് ബില്യൺസ് ബേബി എന്നും ഇദ്ദേഹം അറിയപ്പെട്ടു. ലോക ജനസംഖ്യ 500 കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ്? മദേജ് ഗാസ്പർ. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. (2011) സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 121 കോടി. സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം സെൻസസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന്. തിട്ടപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം അരുണാചൽ പ്രദേശ്. ലോക ജനസംഖ്യ 700 കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം സാദിയ സുൽത്താന. ലോക ജനസംഖ്യ 800 കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം വിൻസ് മബൻസാഗ്. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം.
ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ഇന്ത്യയുടെ. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ഓസ്ട്രേലിയ. ഇന്ത്യയിൽ ആദ്യത്തെ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം എപ്പോഴാണ്? ഉത്തരം 1881. പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? തോമസ് റോബർട്ട് മാൽത്തൂസ്. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തോമസ് റോബർട്ട് മാൽത്തൂസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം പാലക്കാട്. ഏതൊക്കെ പദങ്ങൾ ചേർന്നാണ് കാനേഷുമാരി എന്ന പദം രൂപപ്പെട്ടത്? ഉത്തരം ഗനെ, ഷോമാരെ എന്നീ പേർഷ്യൻ പദങ്ങളിൽ നിന്ന്. ഗനെ, ഷോമാരെ എന്നാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം പേർഷ്യൻ ഭാഷയിൽ ഗനെ എന്നാൽ വീട്, ഷൊമാരെ എന്നാൽ എണ്ണം. ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? ഉത്തരം 15ാമത്തെ. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? ഉത്തരം 7ാമത്തെ. തിരുവിതാംകൂറിലെ ആദ്യ സമഗ്ര സെൻസസ് നടത്തിയത് ആരാണ്? ഉത്തരം ആയില്യം തിരുനാൾ രാമവർമ്മ. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപ്. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ഉത്തരം 10 വർഷം. സെൻസസ് ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ഉത്തരം യൂണിയൻ ലിസ്റ്റ്. ലോക ജനസംഖ്യ 6 ബില്യൺ കടന്ന ദിവസം ഏത്? ഉത്തരം 1999 ഒക്ടോബർ 12. സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം എന്യൂമറേറ്റർ. കൃത്യമായ ഇടവേളകളിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ തുടങ്ങിയത് ആരാണ്? റോമാക്കാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? ഉത്തരം മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. ഏറ്റവും കുറഞ്ഞ സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഹരിയാന. ഇന്ത്യയിൽ സാക്ഷരതാ ശതമാനം ഏറ്റവും കൂടുതലുള്ള ഏത് സംസ്ഥാനത്താണ്? മിസോറാം.
സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 246. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? ഉത്തരം സിക്കിം. ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്ന രീതി ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരം ബാബിലോണിയയിൽ. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡെമോഗ്രാഫി. ഡെമോഗ്രാഫി എന്ന പദത്തിൽ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വരയ്ക്കുക. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ജോൺ ഗ്രൗണ്ട്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം പുതുച്ചേരി. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തരങ്ങൾ മക്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.